ഹലോ, ഗുഡ് മോർണിംഗ് എവറിബഡി. ഇപ്പം രാവിലെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. എണീറ്റിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ല. ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ നിൽക്കുമല്ലോ അന്തം വിട്ട് അതുപോലെ നിന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വേഗം പോയി പല്ല് തേച്ച് ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് പോയി. അപ്പം അമ്മ ഇന്നലെ തീയിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ അതൊന്ന് ഞാൻ ചൂടാക്കി വെച്ച് പിന്നീട് എൻ്റെ കലാപരിപാടിയിലോട്ട് പോയി. എനിക്ക് ഇന്ന് റാഗിപ്പുട്ടാണ്. റാഗിപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് ഞാൻ ഇമ്മണി തേങ്ങയാണ് യൂസ് ചെയ്തത്. കുറച്ച് തേങ്ങയും റാഗിയും കൂടെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് രാവിലെ കഴിക്കാനും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഞാനതാണ് കൊണ്ടുവന്നത്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അതിനുശേഷം ഞാൻ അത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് കോഫി, നമ്മുടെ ഇവിടെ രാവിലെ എല്ലാവരും കോഫി കുടിക്കും കേട്ടോ. അങ്ങനെ കോഫിയൊക്കെ അനത്തിയിട്ട് ഞാൻ നേരെ അപ്പുറത്തെ അടുക്കളയിലോട്ട് പോയി നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട്. പിന്നെ അതെല്ലാം കത്തിച്ച് ആദ്യം ഒന്നിങ്ങനെ വരും, കുറച്ച് പുകഞ്ഞേ വരും, പിന്നെ അങ്ങ് സെറ്റായിക്കോളും. അടുപ്പത്ത് അതെല്ലാം വെച്ച് അങ്ങനെ പുട്ടുണ്ടാക്കി ഞാൻ കഴിച്ചു. എന്നിട്ട് നേരെ ഞാൻ മേലോട്ട് പോയി. എനിക്ക് റെഡി ആവണം, അങ്ങനെ ഫ്രഷ് ആവാൻ പോവുകയാണ്. ഫ്രഷ് ആയതിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ ബാക്കി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കുളിക്കാൻ പോവാം കേട്ടോ ഗൈസ്. ഞാൻ കുളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വന്നു. പിന്നീട് ഞാൻ ഡ്രസ്സാണ് ഇന്ന് ഷോറൂമിൽ വർക്ക് ചെയ്താൻ പോകുമ്പോൾ ഇടുന്നത്. നമ്മുടെ സ്റ്റുഡിയോൻ്റെ എടുത്തതാണ്. എന്നിട്ടിപ്പോൾ നല്ല ഗുണ്ടുമണി പോലെയല്ലേ. ആക്ച്വലി ഞാൻ അത്ര തന്നെ ഉണ്ട്. അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പിന്നെ ഞാൻ അങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യില്ല. ആകെ വൈറ്റ് ടോൺ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒരു കാര്യമില്ല. വൈറ്റ് ടോണൊക്കെ ഇട്ട് പുട്ടി അടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൗഡറും കൂടി ഇട്ടു. പിന്നെ ഒരു ഐറ്റക്സിൻ്റെ ഒരു പൊട്ടിട്ടു. പിന്നെ നമ്മുടെ വാലിട്ട് കണ്ണെഴുതി കുറച്ച് ലിപ്സ്റ്റിക്ക് ഒക്കെ ചെയ്ത് തലയെല്ലാം പുട്ടപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നീട് ആസ് യൂഷ്വൽ നോർമൽ ഒരു വാച്ച്, ഒരു ഇയറിങ്, സാധാ കമ്മലും എടുത്തിട്ടു. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആവുക. പിന്നെ എൻ്റെ താലിമാല ഇട്ട് അത് മറക്കില്ല. ഞാൻ കുഞ്ഞ് ചെയിനകത്താട്ടോ എൻ്റെ താലിമാല ഇട്ടിരുന്നത്, അതാണ് ഇഷ്ടം. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്, ഒരു 5 മിനിറ്റ്സ്. അങ്ങനെ സ്റ്റോപ്പിലേക്ക് ഞാൻ എത്തി. സ്റ്റോപ്പിലെത്തി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ബസ് വരണം ഓഫീസിലോട്ട്. അപ്പോൾ എല്ലാവർക്കും